ഇത് കലാവധി അല്ലല്ലോ സാറേ. ഇതല്ലേ? എന്ത് വേണം? ഞങ്ങൾക്ക് കലാവധി ഒന്ന് കാണണം. അകത്ത് വരും. ഇരിക്കാമല്ലോ. വേണ്ട. എന്താ വിശേഷം? ഒരു ചെറിയ കാര്യമുണ്ട്. പറയാമല്ലോ. ഞാൻ തന്നെയാണ് കലാവധി. ഇവിടെ കലാവധി എന്ന പേരിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? മനസ്സിലായില്ലല്ലോ. ഞങ്ങൾക്കൊരു പക്ഷേ അഡ്രസ് തെറ്റിപ്പോയതായിരിക്കും, ക്ഷമിക്കണം. എന്നാൽ ഞങ്ങൾ വരട്ടെ. ആ സ്ത്രീ പറഞ്ഞ അഡ്രസ് ഇത് തന്നെയല്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മിസ് കലാവധി ഭാരതീയ നൃത്ത വിദ്യാപീഠം എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത്. സാർ, ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിക്കൊള്ളട്ടെ സാർ? എനിക്കിവിടെ ആളെ കാണാനുണ്ട്. ഡ്രൈവർ നിർത്തു. ഞാൻ ആലോചിക്കുകയാണ്, നമുക്ക് നാളെ മദ്രാസിലേക്ക് പുറപ്പെട്ടുകളെ. 15 ദിവസം പുറത്ത് താമസിച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. 2 ദിവസം വീട്ടിലൊന്ന് നിന്ന് കളയാമെന്ന് കരുതി. മദ്രാസിൽ പോകാൻ താമസിക്കുന്നത് നന്നല്ല. അത്യാവശ്യമാണെങ്കിൽ നാളെ ആളെ അയക്കാം. മണിക്കുട്ടി, ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോഴേ വലിയൊരു തമാശയുണ്ടായി. അമ്മ ചോദിച്ചു, നിന്നെ എന്തിയെ കൊണ്ടുവരായിരുന്നു? അവളിപ്പോൾ യാത്ര ചെയ്യുന്ന ചുറ്റുപാടിലിരുന്ന് ഞാനും പറഞ്ഞു. എന്താ പറഞ്ഞാൽ നാണമോ? അത് ശരി. എന്ത് വിശേഷമോ? എന്ത് വിശേഷം? ലില്ലി പ്രസവിച്ചോ? എത്ര കുഞ്ഞുങ്ങളുണ്ട്? 4? 4 വെള്ളയാണോ? ആ കണ്ടം പൂച്ച സൂക്ഷിച്ചോളണം, അല്ലെങ്കിൽ അവൻ കടിച്ച് കൊന്നുകളയും. ആ കൂട്ടുകാരെ കിട്ടിയപ്പോൾ മോക്കിപ്പോ സന്തോഷമായിരിക്കും അല്ലേ? ആട്ടെ, മോൾ അടുത്തുണ്ടോ? എന്നാ ഒന്ന് വിളിക്കും. മോളെ മോളെ, അച്ഛൻ വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം? പമ്പരമോ? പിന്നെ എനിക്കൊന്ന് ഫോൺ ചെയ്യണം സാർ. ഇത് പിന്നെ എന്താണ് ചെയ്യുന്നത്? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഫോൺ ചെയ്യണം സാർ. ഇതും അത്യാവശ്യമുള്ള കാര്യമാണെന്ന്. പിന്നെ മോളെ, എന്തൊക്കെ വേണമെന്നാ പറഞ്ഞത്? സാർ, ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ. ഹലോ ഹലോ, ജയ സാറാണോ? ഞാൻ ഉണ്ണിക്കണ്ണൻ നായർ. നമ്മൾ അന്വേഷിച്ച ആൾ ഇവിടെ ഉണ്ട്. അതെ അതെ, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ റഹ്മാനിയ റെസ്റ്റോറന്റ് മുമ്പിൽ നിൽക്കാം. സാർ വേഗം വന്നേക്കണം. ശരി ശരി, റൈറ്റ്. ആളെവിടെ? ഈ ഹോട്ടലിലുണ്ട്.
തന്നെയാണോ അവൾ വന്ന് കയറിയത്? ആ പെണ്ണ് മുറിക്കകത്ത് കയറുന്നത് ഞാൻ കണ്ടതല്ലേ സാർ. എട്ടാം നമ്പർ റൂമിൽ ആരാണ് താമസിച്ചിരുന്നത്? ഒരു മിസ് പ്രഭാവതി. പ്രഭാവതിയോ? എന്നിട്ട് അവരെവിടെ? പ്രഭാവതി തന്നെ. അവരിപ്പൊ തന്നെ കൊച്ചിൻ എക്സ്പ്രസിന് പോകാൻ വേണ്ടി ഇറങ്ങിയുള്ളൂ. വരൂ, വേഗം പോകാം. ആ പെണ്ണ് നമ്മളെ വെട്ടിക്കുന്ന ലക്ഷണമാണല്ലോ സാറേ കാണുന്നത്. ഹോട്ടലിലും വേറെ പേരാണല്ലോ പറഞ്ഞത്. തീർച്ചയായും ആ കൊലപാതകവുമായി അവർക്ക് ബന്ധം കാണും. ഇതുവരെയുള്ള തെളിവുകളെല്ലാം അതാണ് സൂചിപ്പിക്കുന്നത്. അറോമ ഹോട്ടലിൽ നിന്നും ഒരു സ്ത്രീയെ കൊണ്ടുവന്ന ഏത് കാറിലാണ്? ഞാനാണ് സാർ കൊണ്ടുവന്നത്. എങ്ങോട്ട് പോയി? അവർ കൊച്ചിൻ എക്സ്പ്രസിൽ കയറി ഇപ്പോഴങ്ങോട്ട് പോയി. ഡ്രൈവർ പ്രേ കറിക്കുള്ളൂ, ഞാൻ ഓടിക്കാം. നമുക്ക് വേഗം ചാലക്കുടിയിൽ എത്തണം. വേഗം ചാലക്കുടിയിലെത്തണം. ഡ്രൈവർ, വണ്ടി കൊണ്ടുപോയിക്കല്ലോ. എന്തെങ്കിലും പാസുണ്ട്, കയറിക്കൊണ്ട്. അപ്പോ സാറേ, ഇടയ്ക്ക് വല്ല സ്റ്റേഷനിലും വണ്ടി നിൽക്കുമ്പോഴേ നമ്മൾ ഇറങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? വണ്ടി നിൽക്കുന്നിടത്തെല്ലാം നമ്മൾ ഉറങ്ങും. ബാക്കിയുള്ള കമ്പാർട്ട്മെന്റ്സ് എല്ലാം ഒന്ന് പരിശോധിക്കുകയും വേണം. കാണുന്നില്ലല്ലോ. കാണും.
എനിക്കൊരു സംശയം. നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരുന്ന ഇത് എവിടെ ചെന്ന് നിൽക്കും? കലാവധി കാണുന്നിടത്ത് എന്ന് നിൽക്കും. അയ്യോ, അപ്പൊ കണ്ടില്ലെങ്കിലും കാണാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പൊ അതുവരെയ്ക്ക് എനിക്ക് വീട്ടിൽ പോക്കൂല്ലോ സാറേ? വീട്ടിൽ പോയാൽ കൂടെ കൂടെ വരേണ്ടതായി വരും. നിങ്ങൾക്ക് മാത്രമേ കലാവധി പരിചയമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അയ്യോ സാറേ, എനിക്കത് പറ്റില്ല. എനിക്ക് വീട്ടിൽ പോകണം. വീട്ടിലവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അതൊന്നും സാരമില്ല. തൽക്കാലം നമുക്ക് മദ്രാസിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഇങ്ങനെ പോകാനോ? എന്റെ പൊന്നുകാരാ, ഞാനില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടാണ് സംസാരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഭഗവാന് ഗുരുവായൂരപ്പ, നമുക്ക് പറ്റിയ ഒരു പറ്റ. ഏതായാലും അകപ്പെട്ട് പോയില്ലയോ? മദ്രാസെങ്കിൽ മദ്രാസ്. അവളോട് ഒരു വാക്ക് ചോദിച്ചു പോലുമില്ല. ഞാൻ മോളിക്കെടുക്കണം. ആ, പറഞ്ഞതുപോലെ ആളിനെ കണ്ടു. കാര്യം സാധിച്ചു. പ്രധാനമായ ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. കഴിഞ്ഞ ദിവസം എന്നോടൊന്നിച്ച് കൊച്ചിൻ എക്സ്പ്രസിൽ വന്ന ആൾ ഇന്ന് മദ്രാസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അയാളോടൊന്നിച്ച് വേറൊരാളുണ്ട്. സൂക്ഷിക്കണം. അവരെന്നെ കണ്ടെങ്കിലോ എന്ന് സംശയിച്ച് ഞാൻ തൃശ്ശൂർ ഇറങ്ങിയിരിക്കുകയാണ്. വൈകുന്നേര വണ്ടിക്ക് ഞാൻ വരുന്നുണ്ട്. യെസ്, താങ്ക് യു. കൊച്ചിൻ എക്സ്പ്രസിൽ ഫസ്റ്റ് ക്ലാസ് സിയിൽ ആരെല്ലാം യാത്ര ചെയ്ത് നോക്കൂ. മാധവ് മേനോൻ, ഉണ്ണിക്കണ്ണൻ നായർ, ശേഖരൻ, പ്രിയംവദ. പ്രിയംവദയോ? അവൾ ഇവിടെയും പേര് മാറ്റിയാണല്ലോ കൊടുത്തിരിക്കുന്നത്. മിസ് പ്രിയംവദ, സൗത്ത് ഇന്ത്യൻ ലേഡീസ് ക്ലബ്, ടി നഗർ, മദ്രാസ് 17. ഇത് മുമ്പ് കണ്ടിട്ടുണ്ടോ? എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ പുറകെ ഉണ്ടല്ലോ. അതിലെ ചുറ്റിപ്പോകും.